Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അപ്പോൾ തുടക്കം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി ഓണാശംസകൾ. ഈ ഒരു ഓണം നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യുക, പുറത്തു പോവുക, സദ്യ കഴിക്കുക, മാസ്ക് വെച്ച് പുറത്ത് പോകണം അല്ലെങ്കിൽ സീനാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നലെ രാത്രി 10:30 നമ്മുടെ ആപ്പിൽ നമുക്കുണ്ടായിരുന്നു. അതിൽ കുറേയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളും അതേപോലെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ ഇവനിലെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഇങ്ങനെ ഓരോ അടിപൊളി വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. നമ്മുടെ ആപ്പിൾ ഇവനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 3 മേജർ പ്രോഡക്റ്റ്സ് ആണ് റിലീസായത്. 1 ആപ്പിൾ വാച്ച്, 2 നമ്മുടെ എയർപോഡ്സ് പ്രോ, 3 നമ്മുടെ ഐഫോൺ. ആപ്പിൾ വാച്ചിലേക്ക് നമുക്ക് ആദ്യം നോക്കാം. ആപ്പിൾ വാച്ചിലേക്ക് നോക്കുമ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 8 നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ആപ്പിൾ വാച്ച് സീരീസ് 8 എന്ന് പറഞ്ഞ മോഡൽ റിലീസായി. നമ്മുടെ നോർമൽ ഇപ്പോൾ വരുന്ന 45mm ആ ഒരു സൈസിൽ തന്നെയാണ് ഈ ഒരു വാച്ചും വന്നിരിക്കുന്നത്. ഈ ഒരു വാച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ പറയുന്ന ഓവുലേഷൻ, അതായത് ഗേൾസിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഹെൽപ്പ് ഈ ഒരു ആപ്പിൾ വാച്ചിന് എനിക്ക് കിട്ടും. കാരണം ഒരു ഗേളിനെ സംബന്ധിച്ച് അവരുടെ മെൻസ്ട്രൽ സൈക്കിളും പീരിയഡ്സും കാര്യങ്ങളും കുറച്ചും കൂടെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ, അതായത് ഓവുലേഷനും അവരുടെ ഫെർട്ടിലിറ്റിയും കാര്യങ്ങളും എല്ലാം അവർക്ക് ഈ പറയുന്ന ആപ്പിൾ വാച്ചിൽ കൂടെ ഡിറ്റക്ട് ചെയ്യാനും അതൊരു 90% അല്ലെങ്കിൽ 95% ആക്യുറേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ ഒരു പെൺകുട്ടി ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പെൺകുട്ടിയിലെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു കാര്യം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു കാര്യം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വേറൊരു വാച്ചുകൾക്കും അത്രയും പ്രിസൈസ് ആയിട്ട് ആ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു കാര്യം അടിപൊളിയായിരുന്നു. പിന്നെ രണ്ടാമതാണ് നമ്മുടെ ഈ പറയുന്ന കാർ ഡിറ്റക്ഷൻ, കാർ ക്രാഷ് ഡിറ്റക്ഷൻ. അതും അടിപൊളിയാണ്. കാരണം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മളെപ്പോൾ പോയി വണ്ടി ഇടിക്കുമെന്ന്. നമ്മളെപ്പോഴും വീട്ടിലും പറയാറുണ്ട്, നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്ന എപ്പോഴാണ് ഇടി കിട്ടുന്നത്. നമ്മൾ മര്യാദക്ക് ഓടിച്ചാലും നമ്മുടെ മേത്തേക്ക് ഒന്ന് കയറുന്ന ടീമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ആപ്പിൾ വാച്ചിൽ അടിപൊളിയാണ്. കാരണം അതിൽ പറയുന്ന ഇത്ര G-ഫോഴ്സ് വന്നാൽ ഈ ഒരു ആക്സിലറോമീറ്ററും അതേപോലെ ജയർസ്കോപ്പും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ പറയുന്ന കാർ ഡിറ്റക്ഷനിൽ അല്ലെങ്കിൽ കാർ ഫോൾ ഡിറ്റക്ഷനിൽ അതവർ കറക്റ്റായിട്ട് മനസ്സിലാക്കും. പിന്നീട് നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് SE2ലേക്ക് പറയുമ്പോൾ സെയിം അതേ ഫീച്ചേഴ്സ്, അതായത് ആപ്പിൾ വാച്ച് സീരീസ് 8 വന്നിരിക്കുന്ന സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ കാർ ക്രാഷ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആപ്പിൾ വാച്ച് SE2 വന്നിട്ടുണ്ട്. പിന്നെ SE2 നമുക്ക് വലിയൊരു വ്യത്യാസം പറയാനായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം സെയിം ആ ഒരു SE, അതായത് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ബഡ്ജറ്റിൽ കൊടുക്കുന്ന ഒരു ആപ്പിൾ വാച്ചാണ് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് SE എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻ തെറ്റിച്ചുകൊണ്ട് ആപ്പിൾ വാച്ച് 8 പ്രോ എന്ന് പറഞ്ഞ ആ ഒരു പേര് അല്ല നമ്മൾ ഇത്ര നാൾ കേട്ടോണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര നാൾ എക്സ്പെക്ട് ചെയ്ത ആപ്പിൾ വാച്ച് സീരീസ് 8 പ്രോ ആയിരുന്നില്ല, ആപ്പിൾ വാച്ച് അൾട്ര എന്ന രീതിയിൽ ഒരു സ്റ്റണ്ണിങ് റഗഡായിട്ടുള്ള ഒരു ആപ്പിൾ വാച്ച് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. കാരണം 49mm ഒരു ഡയലാണ് ഈ പറയുന്ന ആപ്പിൾ വാച്ച് അൾട്രയിൽ വന്നിരിക്കുന്നത്. അൾട്രയിൽ അത് മാത്രമല്ല, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഡിജിറ്റൽ ക്രൗൺ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ തിരിക്കുമ്പോൾ ആ ഒരു ഡയലിലുണ്ടാകുന്ന ഫുൾ കോംപ്ലിമെൻറ്റ്സും കാര്യങ്ങളും അത് ഡിമ്മായിട്ട് നേരെ റെഡ് കളറിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടാകും. അത് അടിപൊളിയാണ്. ഈ ഒരു ആപ്പിൾ വാച്ച് അൾട്രയിൽ അത് അടിപൊളിയാണ്. കാരണം ഈ ഒരു ആപ്പിൾ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാസിയോ ഇല്ലേ, ഈ G-ഷോക്കായിട്ട് കിടപിടിക്കാനാണ് ഇപ്പം നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര എന്ന മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സംഭവം അടിപൊളിയാണ്. പക്ഷെ നമ്മളെപ്പോലത്തെ ഒരു നോർമൽ യൂസേഴ്സിന്, അതായത് വലിയ അത്ലീറ്റ്സോ അല്ലെങ്കിൽ വലിയ ഡൈവേഴ്സോ സ്കൂബ ഡൈവേഴ്സോ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ലാത്തവർക്ക്
നോർമൽ 8ഉം അല്ലെങ്കിൽ SCയും ഒക്കെ എടുക്കാം. പക്ഷേ ഇത്രയും പറയുന്ന അത്ലീറ്റും അല്ലെങ്കിൽ മാരത്തൺ ഓടുന്ന ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് അൾട്ര ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് അൾട്രയിൽ ഇത്രയും നാളിറങ്ങിയ ആപ്പിൾ വാച്ചിനെയും കാട്ടും അടിപൊളിയായിട്ടുള്ള ഈ പറയുന്ന ബാറ്ററി ലൈഫും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ രണ്ടാമത് നോക്കുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ വരുന്നത്. സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോൾ എന്താ വലിയ ചേഞ്ച് വന്നേക്കുന്നത്? എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. കാരണം എന്താണ് വലിയ ചേഞ്ച്? നമ്മുടെ ഈ പറയുന്ന അഡാപ്റ്റീവ് സ്പേഷ്യൽ ഓഡിയോ അല്ലെങ്കിൽ കസ്റ്റമൈസ് സ്പേഷ്യൽ ഓഡിയോയോ അത് നമ്മുടെ ചെവിടിൽ വേണ്ടി നമ്മുടെ ചെവിയുടെ ഈ കാര്യം വന്നിട്ട് ചെയ്യാമെന്നുണ്ട്. എനിക്ക് നമ്മുടെ ഒറിജിനൽ എയർപോഡ്സ് പ്രോ തന്നെയാണ് ഇതിലും കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സംഭവത്തിൽ കേസിലൊക്കെ കുറച്ച് നമുക്ക് ലൂപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ഈ പറയുന്ന നമുക്ക് ബാൻഡ്സ്, അതായത് നമ്മുടെ ഹുക്കിടാനുള്ള ലൂപ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന ആപ്പിൾ വാച്ചിൻ്റെ നമ്മുടെ ഈ പറയുന്ന എയർപോഡ്സ് പ്രോയിൻ്റെ താഴത്തെ സ്പീക്കേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഫൈൻ മൈ കൂടെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്. അല്ലാതെ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷനിൽ എനിക്ക് അത്രയും വലിയ ലീപ്പ് ചേഞ്ച് നമ്മൾ കണ്ടില്ല. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തായിരുന്നു ഈ പറയുന്ന ലോസ്ലെസ് ടെക്നോളജി ചിലപ്പോൾ വരുന്നത്. ലോസ്ലെസ് ഒന്നും വന്നിട്ടില്ല, സ്പേഷ്യൽ ഓഡിയോ ആണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. പിന്നെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചേഞ്ചസാണ് ഈ പറയുന്ന എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മുടെ ആപ്പിളിൽ പറഞ്ഞാണ് നമ്മുടെ iPhone 14 എന്ന് പറയുന്നത്. iPhone 14 നമ്മൾ പറഞ്ഞ iPhone 14 സാധാ നോർമൽ സീരീസ് നമുക്ക് 2 പേരിനാണ്, iPhone 14 14 പ്ലസും. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, അവരെന്തിനാണ് ഈ iPhone 14 ഇപ്പോഴും A15 ബാനിങ് ചിപ്പിൽ അവർ റിലീസ് ചെയ്തിരുന്നത്. നല്ല സങ്കടമുണ്ട്. കാരണം നമ്മുടെ ഷാസിക്കൊക്കെ പറഞ്ഞ പോലെ A15 ബാനിങ് ചിപ്പ് അവർ എന്ത് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയണേ എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ആ സെയിം ചിപ്പ് സെറ്റ് തന്നെ ആയിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്, എൻ്റെ മൈൻഡ്സിൽ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, എന്തിനാണ് ആ ആപ്പിൾ ഇത്രയും നമ്മളൊരു പുതിയ ഫോൺ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് iPhone 13 എടുത്താൽ പോലെ, 13 A15 ബാനിങ് ചിപ്പ് അല്ലേ, അതിലെന്ത് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് നമ്മൾ തുറന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആപ്പിൾ എന്ത് പറയുന്നത് അതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഈ iPhone 14. കാരണം iPhone 14 സെയിം A15 ബാനിങ് ചിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഈ പറയുന്ന എമർജൻസി SOS വിയ സാറ്റലൈറ്റ് അത് ഓസം ഫീച്ചറാണ്, അടിപൊളി ഫീച്ചറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറായിട്ട് ആ ഒരു ഭാഗം മാറിയിരിക്കുകയാണ്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് സാറ്റലൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എമർജൻസി റെസ്ക്യൂവിലേക്ക് നമ്മുടെ ആ ഒരു എമർജൻസി മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ സാറ്റലൈറ്റ് മോഡ് ഉണ്ടെന്ന് നമുക്ക് അപ്പോൾ തന്നെ വിളിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമാണ് നമുക്ക് അയക്കാൻ പറ്റുക. അതും ഇത്ര ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു മെസ്സേജ് ഓൾറെഡി പ്രീ ടെക്സ്റ്റ് ആയിട്ട് ഉണ്ടാവും. നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ എമർജൻസി SOS നമ്മൾ അയക്കാൻ. ഇപ്പോൾ നമ്മളൊരു കാർ ക്രാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും ഏത് സിറ്റുവേഷൻ നിൽക്കാൻ വയ്ക്കും, നമ്മൾ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ഡയറക്റ്റ് വെക്കുമ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണ് അവർ ചോദിക്കും. ഒരു പ്രീ ടെക്സ്റ്റ് ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യണം. ആ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ഇഞ്ചുറി ആണോ എന്താണെന്ന് അവർ ചോദിക്കും. അപ്പോൾ യെസ് ഓ നോ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യും. അങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മുടെ സാറ്റലൈറ്റിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഡയറക്റ്റായിട്ട് നമ്മൾ നോർമൽ ടെക്സ്റ്റ് ചെയ്യുന്ന പോലെ ടെക്സ്റ്റ് ചെയ്ത് ഞാനിവിടെ ഉണ്ട്, എനിക്ക് ഇവിടെ അങ്ങനെ പ്രശ്നം, അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാൻ ഇപ്പം പറ്റില്ല എന്നാണ് നമ്മുടെ കീ നോട്ടിൽ കാണിച്ചത്. പിന്നെ ഈ പറയുന്ന നമ്മുടെ ആപ്പിൾ ഫോണിലും അതായത് iPhone 14 14 പ്ലസിലും നമുക്ക് കാർ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഈ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ജയർസ്കോപ്പും ബയർസ്കോപ്പും ബയോമീറ്ററും പിന്നെ ഈ പറഞ്ഞ ജി ഫോഴ്സും കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ ഒരു iPhone 14 നമുക്ക് കാർ ഡിറ്റക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന ആപ്പിൾ വാച്ച് സീരീസ് 8ഉം പിന്നെ iPhone 14 ആണെങ്കിൽ ഈ കാർ ഡിറ്റക്ഷൻ കുറച്ചും കൂടെ എളുപ്പത്തിൽ സെൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ആപ്പിൾ പറയുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് കാണുന്നതാണ് നമ്മുടെ ഈ പറയുന്ന iPhone 14 Pro എന്ന് പറയുന്നത്. iPhone 14 Pro ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇവൻറ്റിൽ. കാരണം സ്റ്റണ്ണിങ് ആയ ഡിസ്പ്ലേ ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഏറ്റവും ലോ ലൈറ്റ് ഡിസ്പ്ലേ ഇപ്പോൾ ഐഫോണിൽ ഹിസ്റ്ററിയിൽ വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഐഫോണിൻ്റെ ആ ഒരു ആ നോച്ചിൽ അവന്മാർ എത്രത്തോളം അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആപ്പിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസ്പ്ലേനും അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനും ആപ്പിൾ ഒരു പുതിയ പേര് കൊടുത്തു, ഡൈനാമിക് ഐലൻഡ്. ഈ ഒരു സംഭവം അടിപൊളിയാണ്. കാരണം ഓരോ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എയർപോഡ്സ് കണക്ട് ചെയ്യുക, ഒരു കോള് വരിക, നമ്മുടെ ഫേസ് ID യൂസ് ചെയ്യുക,
ഈ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു റിയാക്ഷൻ ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡിൽ വരും. അത് സ്റ്റണ്ണിങ് ആണ്, അടിപൊളിയാണ്. വേറെ ഒരു ഫോണിലും ഞാനിപ്പോഴും കാണാത്ത ഒരു മോഡാണ് ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. ഡൈനാമിക് ഐലൻഡ് ആപ്പിൾ മാത്രമേ ഉള്ളൂ, എന്നാലും വേറൊരു ആൻഡ്രോയിഡ് പോലും കണ്ടിട്ടില്ല അങ്ങനെ നോച്ചിൽ ഈ പറയുന്ന ഒരു എന്താ പറയുക ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആനിമേഷൻ വരുന്നത്. ആ ഒരു കാര്യത്തിൽ iPhone 14 അടിപൊളിയാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ നമ്മുടെ എന്തുകൊണ്ട് ഐഫോണിൽ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല എന്നുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഐഫോണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഡിസ്പ്ലേ ആണ്, XDR ഡിസ്പ്ലേയിലാണ് ആ ഒരു 1 ഹെഡ്സിൻ്റെ ഈ പറയുന്ന ഡിസ്പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന iPhone 14 Pro നല്ല ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം 1 ഹെഡ്സിലായിരിക്കും ഈ പറഞ്ഞ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നോർമൽ ഫോണുകളിൽ കാണുന്ന പോലെ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആയിട്ട് കുറച്ച് കുമ്പളകൾ പോണത് അങ്ങനൊന്നും ആയിരിക്കില്ല. നമ്മുടെ iPhone 14 വാൾപേപ്പർ തന്നെ ഡിമ്മാക്കിയിട്ടായിരിക്കും ഈ പറയുന്ന ഈ iPhone 14 Proയിൽ നമുക്ക് കാണാൻ പോകുന്നത്. മോസ്റ്റ്ലി നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 5 കണ്ട പോലെ നമ്മുടെ വാച്ച് നമ്മൾ നേരെ നോക്കുമ്പോൾ സ്ക്രീൻ ബ്രൈറ്റർ ആവും, അല്ലെങ്കിൽ ആ കോംപ്ലിക്കേഷൻസ് ഫുള്ള് തെളിഞ്ഞു വരും. നമ്മുടെ വാച്ച് നമ്മൾ റിസ്റ്റ് നമ്മൾ തിരിക്കുമ്പോഴത്തേക്കും ആ ഒരു കോംപ്ലിക്കേഷൻസ് ഫുള്ള് ഡിമ്മാവുന്ന പോലെയാണ് ഈ പറയുന്ന iPhone 14 Proയിലും അവരുടെ ഡിസ്പ്ലേ കൊണ്ടുവരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആപ്പിൾ iPhone 14 Proയിൽ ഉപയോഗിച്ച ഡിസ്പ്ലേ എന്തുകൊണ്ട് 14 ഒരു ഉപയോഗിച്ചില്ല. ഇപ്പോഴും iPhone 14 റെഗുലർ മോഡലിൽ അല്ലെങ്കിൽ 14 14 പ്ലസിലും നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇപ്പോഴും ഇല്ല. അതൊരു പ്രോ ഫീച്ചറായിട്ട് കണക്കൂട്ടേണ്ട ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴും ആപ്പിൾ വെക്കുന്നത്. പക്ഷേ 14 Proനെ അപേക്ഷിച്ച് അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ, നല്ല കളർ, നല്ല ക്യാമറയുടെ കാര്യം എടുത്തു പറയണം. ആക്ഷൻ മോഡൊക്കെ വെറുതെ സീനാണ്. അടിപൊളിയായിട്ടുള്ള സ്റ്റെബിലൈസേഷനാണ് ഈ പറയുന്ന iPhone 14 Proയിൽ നമുക്ക് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ഒരു പുതിയ സെൻസർ വന്നതുകൊണ്ട് എല്ലാം ക്വാഡ് സെൻസർ അല്ലെങ്കിൽ ക്വാഡ് പിക്സൽസിലാണ് നമുക്ക് വരുന്നത്. അടിപൊളിയായിട്ടുള്ള സ്റ്റണ്ണിങ് റോ ഫോട്ടോസും അതേപോലെ പ്രോറസ് വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഷാർപ്നെസ്സിൻ്റെ കാര്യം, അതേപോലെ ഈ ഒരു കോംപ്യൂട്ടേഷണൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യം, അതേപോലെ തന്നെ നമ്മുടെ കോംപ്യൂട്ടേഷണൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യം iPhone 14 ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണ്. അടിപൊളിയായിട്ടാണ് ഈ പറയുന്ന iPhone 14 ക്യാമറ സെറ്റപ്പും ക്യാമറ മൊഡ്യൂളും നമുക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ iPhone 14 Proൻ്റെ ബാക്കിൽ ക്യാമറ മൊഡ്യൂൾ കുറച്ചുകൂടെ വലുതാണ്. ഇപ്പോൾ ഇരിക്കുന്ന iPhone 13 Proനെ കാട്ടും കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു ഡയലാണ് ഈ ഒരു ക്യാമറ പ്രൊപ്പോർഷന് ആപ്പിൾ iPhone 14 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ ഇവൻറ്റിൻ്റെ ഒരു റീക്യാപ്പ് എന്ന രീതിയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ അടിപൊളി വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഞാൻ എല്ലാവരെയും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും ഇതേപോലെ അപ്ഡേഷൻസും റീൽസും അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.